ഹലോ ഗൈസ്, ഞാൻ ഇവിടെ മുട്ട പപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, 4 മുട്ട പുഴുങ്ങിയത്, ആവശ്യത്തിന് പൊടികൾ എടുത്തിട്ടുണ്ട്. ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. അത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടെടുക്കാം. അത് വഴറ്റി കഴിഞ്ഞിട്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് മൈദമാവാണ് എടുത്തേക്കുന്നത്. ആ മാവിൽ ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. വഴറ്റി വെച്ചേക്കുന്ന സവാളയിൽ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വഴറ്റിയെടുക്കാം. നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് ചെറിയ ബോളാക്കി പരത്തിയെടുത്ത് അതിനകത്ത് ഓരോ മുട്ടയും സവാളക്കൂട്ടും ചേർത്ത് പൊതിഞ്ഞെടുക്കുക. എന്നിട്ടത് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്. അതിനൊപ്പം ചായയും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുട്ട പപ്സ് നമ്മുടെ കണ്ണൂസിന് കഴിക്കാൻ കൊടുക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.